മിനിസ്റ്ററെ, ഇപ്പം ഈ വയനാട്ടിലെ ദിവസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു. എന്നാൽ സർക്കാരിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥ കുറവ് അങ്ങനെ ഉണ്ടോ? അല്ല, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ രംഗത്ത് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട പ്രശ്നമുണ്ടാകുന്നില്ല. അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ദുരന്തം അതീവ ഗുരുതരമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം അന്ന് ആവശ്യപ്പെട്ടത് ഈ ദുരന്തത്തെ സവിശേഷതകളുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. അങ്ങനെ പറയാൻ കാരണം സാധാരണ ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അതിൽ പെട്ടുപോകരുത്. ആ നടപടികളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത്. കേരളം കണ്ടിട്ടില്ലാത്ത തികച്ചും ഭയാനകമായ ദാരുണമായ ദുരന്തമുണ്ടായപ്പോൾ അത് പ്രത്യേക ദുരന്തമായി കാണാൻ നമ്മൾ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഞാൻ ആവർത്തിക്കുന്നു. മറ്റ് ദുരന്തങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന നിയമവും നടപടികളും അനുസരിച്ചല്ല, ഇതിന് പ്രത്യേക നിലപാടുകൾ വേണമെന്നാണ്. പ്രത്യേക നയപരമായ നിലപാടുകൾ വേണം. അതുകൊണ്ടാണ് പ്രത്യേക സഹായം വേണം നമ്മൾ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണത്? അത് ഒരു പുതിയ ടൗൺഷിപ്പാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതിയാണ് ഗവൺമെൻറ് ആലോചിച്ചത്. ആ ആലോചനയോട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ വിയോജിപ്പില്ല. അങ്ങനെ വേണമെങ്കിൽ സാധാരണ മാനദണ്ഡം അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് വന്യജീവികൾ ആക്രമിച്ച് കൃഷിനാശമുണ്ടായാൽ ആ കൃഷിനാശത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ മാനദണ്ഡങ്ങളും നമ്മുടെ ആവശ്യവും തമ്മിൽ, യഥാർത്ഥ നഷ്ടവും തമ്മിൽ ഒരു പൊരുത്തമില്ല. അതുകൊണ്ട് കർഷകർ ദുരിതമനുഭവിക്കുന്നു. അതുപോലൊരു ദുരിതം ഇവർക്കുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് പ്രത്യേക പരിഗണനയാണ്, അടിയന്തര സഹായം നൽകുന്നതിനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായി, കണക്കൊക്കെ പിന്നെ നോക്കാം, നിങ്ങളിപ്പോൾ തൽക്കാലം ആശ്വാസത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യും, ബാക്കി നമ്മൾ വിശദമായി പരിശോധിച്ച് ചെയ്യാം. അങ്ങനൊരു നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നില്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളോട് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആഴവും പരപ്പും സാമ്പത്തിക ബാധ്യതയും അതിൻ്റെ കണക്കും വിശദമായ ഓഡിറ്റും ഒക്കെ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. അടിയന്തരമായി നിങ്ങളിപ്പോൾ ഒരു 100 കോടി നിങ്ങൾക്ക് തൽക്കാലം ഒരു 100 കോടി തരുന്നു, ബാക്കി നമുക്ക് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ കണ്ടെത്താം, പരിഹാരം കാണാം. അല്ല, കൃത്യം കണക്ക് വേണ്ടല്ലോ. ഞാൻ കൊടുത്തോ ഇല്ല എന്നുള്ള വിവാദത്തിലേക്ക് കൃത്യ കണക്കല്ലല്ലോ നമ്മൾ ആവശ്യം. നമ്മളെന്താണ് ആവശ്യപ്പെടുന്നത്? അടിയന്തര സഹായമാണ്. ഇവിടെ ഇപ്പോൾ തീ പിടിച്ചു, അടിയന്തര സഹായത്തിന് കണക്ക് നോക്കിയാണ് സഹായം കൊടുക്കുന്നത്. കണക്കൊക്കെ പിന്നെ കൊടുക്കുകയല്ലേ ചെയ്യുക. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന തുക ഏതാണ്ട് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്ത് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ 1000-2000 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലത്ത് അടിയന്തര സഹായമായി തരണം, പ്രത്യേകമായി തരണം, പ്രത്യേക പരിഗണന വേണം. അതിന് മറ്റ് മാനദണ്ഡങ്ങൾ ബാധകമാക്കരുത്. ഇതൊക്കെ പറയുമ്പോഴേ കോടതി പറയുന്നത്, അതായത് സർക്കാരിന്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. അത് വ്യത്യാസമാണ്. കോടതി പറഞ്ഞത് SDR ആ പദ്ധതിയിലുള്ള പണത്തിന്റെ ചെലവഴിച്ച കണക്കാണ്. ഇതിന് പണം തന്നില്ല, പിന്നെ ഇങ്ങനെ കണക്ക് കൊടുക്കുക. അല്ല, മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അല്ല, നമ്മളതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പണമുണ്ടല്ലോ, എന്താണ് SD, അതെ, ആ പദ്ധതിയിലുള്ള കണക്ക് കൊടുത്തില്ല. ആ പദ്ധതി പ്രകാരമല്ല ഇതിന് കണക്ക് ചെലവാക്കുന്നത്. ആ കണക്ക് കൊടുക്കേണ്ടതാണ്, അത് വേറെയാണ്. ആ കണക്ക് പ്രകാരം ഇതുവരെ എത്ര കാശ് കിട്ടി, എന്തൊക്കെ ചെലവഴിക്കൂ, ഏതൊക്കെ ഇനത്തിനാണ് ചെലവഴിച്ചത്, ബാക്കി എത്രയുണ്ട്, എന്തുകൊണ്ടുമില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞത്? ഗവൺമെൻറ്റിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ മാനദണ്ഡം അനുസരിച്ച് ആ തുകയിൽ നിന്നും ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പരിമിതിയുണ്ട്. കാരണം ഒരു വീട് വെക്കാൻ 1.5 ലക്ഷമാണ്. 1 ലക്ഷത്തിന് വീടല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന അവിടുത്തെ കർഷകർക്ക് ഒരു നില വീട് 2 നിലയാക്കാനുള്ള അടിത്തറയോടുകൂടി പണിയുന്നതിനുള്ള പദ്ധതിക്ക്
സാധാരണ മാനദണ്ഡങ്ങൾ മതിയോ? വ്യത്യാസം അത്രേ ഉള്ളൂ. സാധാരണ മാനദണ്ഡങ്ങൾ വെച്ചല്ല നമ്മൾ ചോദിക്കുന്നത്. ഇതൊരു പുതിയ പ്രശ്നമാണ്, പുതുതായി നമ്മൾ നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നമാണ്. അതിനെ അനുഭാവപൂർവ്വം കാണാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ താമസം വിനാ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേന്ദ്രത്തെ ന്യായീകരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഹൈക്കോടതി വിമർശിച്ചത് ഇതല്ല. ഹൈക്കോടതി ഈ ഫണ്ടിൻ്റെ ചെലവിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ കണക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് ആ ഫണ്ടിൽ തുക ബാക്കിയുണ്ട്. അപ്പോഴും എന്തുകൊണ്ടാണ് അപ്പം സർക്കാരിന് കോടതിയിൽ ഈ വിഷയം കോടതിയിൽ പറയല്ലോ. കോടതി ചർച്ച തീർന്നില്ല. കോടതി ആ വിചാരണക്കിടയിൽ വന്ന കമൻസ് അല്ലേ, ആ കമൻസിൽ ഇത് ശരിയാണ്, ഈ ഇനത്തിൽപ്പെട്ട തുക സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലയെന്ന് സർക്കാർ പറഞ്ഞു. സർക്കാരിൻ്റെ ഈ കാശുണ്ട്. പക്ഷെ മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് വെക്കാൻ 1,75,000 രൂപയെ പറ്റൂ. നമ്മൾ 10-20 ലക്ഷം രൂപ ചെലവഴിയുന്ന ഒരു വീടിനെ കുറിച്ചാണ് ഭാവനയിൽ കാണുന്നത്. അവിടെ ടൗൺഷിപ്പ് പണിയുക എന്നത് ദുരന്ത നിവാരണം അല്ലല്ലോ, ആണോ? നഷ്ടപരിഹാരം കൊടുത്താൽ മതിയല്ലോ. ദുരന്ത നിവാരണത്തിന് ഫലമായി ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള സ്കീമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദുരിതവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ? ആ സവിശേഷ സാഹചര്യത്തെ സവിശേഷതയായി കണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഉരുണ്ട് കളിക്കുകയാണ്, വാഗ്ദാനം ലംഘിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്.